അങ്ങനെ കാത്തിരിപ്പിന് വിരാമമിട്ട് കൊച്ചി മെട്രോ തൃപ്പൂണിത്തുറയിലേക്ക് കുതിച്ചു. ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെ 25 സ്റ്റേഷനുകളായി 28.2 കിലോമീറ്റർ ദൂരമാണ് കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയായത്. ആകെ ചെലവ് 7377 കോടി രൂപയാണ്. സംസ്ഥാന സർക്കാർ നൽകിയ ഉറപ്പിൽ ഒന്നുകൂടി പൂർത്തിയായിരിക്കുന്നു. ഇനിയുള്ള ലക്ഷ്യം കൊച്ചി മെട്രോ നെടുമ്പാശ്ശേരി ഗിഫ്റ്റ് സിറ്റി വരെ വികസിപ്പിക്കുക എന്നതാണെന്ന് മന്ത്രി പി രാജീവും അറിയിച്ചു കഴിഞ്ഞു. കേരളത്തിന്റെ അഭിമാന നിമിഷം കൂടിയാണ് ഇത്. ഈ വേളയിൽ 2019 ഗോപി അണ്ണൻ നൽകിയ ആ വാഗ്ദാനമാണ് വീണ്ടും ഓർമ്മ വന്നത്. വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയല്ലേ, അതുകൊണ്ട് ചെകയാതെ വയ്യല്ലോ. കൊച്ചി മെട്രോയെ തൃശ്ശൂരുമായി ബന്ധിപ്പിക്കും എന്നതായിരുന്നു ആ ഉറപ്പ്. വർഷം 5 കഴിഞ്ഞു. തൃശ്ശൂരിലേക്ക് നിലവിൽ ബസ്സും ട്രെയിനും മാത്രമേ ഓടുന്നുള്ളൂ എന്നാണ് ഒരു വിവരം. 2019 ഏപ്രിൽ 10-നാണ് മഹാമനസ്കൻ വലിയൊരു പോസ്റ്റർ സഹിതം തൃശ്ശൂർക്കാർക്ക് ഉറപ്പ് കൊടുത്തത്. ചെയ്യുമെന്നത് വെറും വാക്കല്ല, ചെയ്തിരിക്കും എന്നൊരു പ്രസ്താവനയുണ്ട്. ഇപ്പൊ ഗോപിയേട്ടന് അത് ഓർമ്മയുണ്ടാവോ ആവോ? ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം തൃശ്ശൂരിലെ ലൂർദ് മാതാവിന് സ്വർണം കൊടുത്ത് ജയിക്കാൻ വഴി തേടി ഓടി നടക്കുമല്ലേ. പക്ഷെ ഇന്ന് എന്തായാലും ഗോപിയേട്ടന് ഓർമ്മ വരും. തൃപ്പൂണിത്തുറയിൽ നിന്ന് ആലുവയിലേക്ക് മെട്രോ ഓടിത്തുടങ്ങുമ്പോൾ സ്വാഭാവികമായും സുരേഷ് അണ്ണൻ എയറിൽ കയറുമല്ലോ. അണ്ണന്റെ അറിവിലേക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. പറയുന്നത് നടത്തി കാണിക്കും, നടക്കുന്നതേ പറയൂ. അതാണ് ഇടതുപക്ഷ സർക്കാർ. പിന്നെ വാഗ്ദാനം നിങ്ങളെപ്പോലെ വാരി വലിച്ചു കൊടുക്കുന്നതല്ല, പാലിക്കാനുള്ളതാണ് വാഗ്ദാനം. അത് തിരിച്ചറിയണമെങ്കിൽ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് പോലെ തലയ്ക്കകത്തുള്ള ചാണകക്കട്ട കിഴുകിക്കളയണം. പിന്നെ 15 ലക്ഷം അക്കൗണ്ടിൽ തരുമെന്നും 50 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോളും തരുമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന മോദിയുടെ പാദസേവകനല്ലേ. ഇതല്ല, ഇതിനപ്പുറം പ്രതീക്ഷിക്കാലേ. അണ്ണൻ ഏതായാലും മെട്രോയിൽ കയറി ഒരു സുഖയാത്ര അങ്ങ് നടത്തിയേക്ക്.